ഇന്ന് ഈ വൈറ്റൽ ആർ എക്സിൽ B2B സെയിൽസ് റിട്ടേൺ അതുപോലെ തന്നെ B2B പ്രൊഫൈൽ മാനേജ്മെന്റ് നമുക്ക് ചെക്ക് ചെയ്യാം. സോ സെയിൽസ് റിട്ടേൺ നമുക്ക് രണ്ട് വിധത്തിലാണ് ചെയ്യുന്നത്. ഒരെണ്ണം B2B സെയിൽസ് ഇൻവോയ്സിൽ നിന്ന് തന്നെ നേരിട്ട് ക്രിയേറ്റ് ചെയ്യും, അതുപോലെ തന്നെ മാനുവലി നമ്മൾ ക്രിയേറ്റ് ചെയ്യും. സോ B2B സെയിൽസ് ഇൻവോയ്സ് ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യണം. B2Bക്കകത്ത് സെയിൽസ് ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇൻവോയ്സ് ലഭിക്കും. അതിനകത്ത് നിന്ന് ഏത് പെർട്ടിക്കുലർ ബില്ലാണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് ആ ബില്ല് നമ്മൾ ഓപ്പൺ ചെയ്യുക. സോ ഇടത് ഭാഗത്തായിട്ട് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. സോ അതുകൂടെ സെലക്ട് ചെയ്ത് ഏത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് സെലക്ട് ചെയ്ത് മോറിനകത്ത് റിട്ടേണിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ഫാർമസിയുടെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് പ്രീ ഫിൽ ആയിട്ട് ലഭിക്കും. നമ്മൾ മാനുവൽ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. ദെൻ നമ്മുടെ സ്റ്റാഫ് ആണോ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഓണർ ആണോ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് അതുപോലെ സെലക്ട് ചെയ്യുക. പേയ്മെന്റ് മോഡ് നമ്മൾ ക്രെഡിറ്റിലോട്ട് സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡെബിറ്റ് നോട്ട് ക്രിയേറ്റ് ആവും, അല്ലാന്നുണ്ടെങ്കിൽ പേയ്മെന്റ് മോഡ് കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ട് ബില്ല് സേവ് ചെയ്യുക. ഇനി നമുക്ക് മാനുവലി നമ്മൾ എങ്ങനെയാണ് റിട്ടേൺ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് മോറിനകത്ത് B2Bക്കകത്ത് റിട്ടേൺ എന്നുള്ള ഓപ്ഷനിലോട്ടുണ്ട്, അതിനകത്ത് ക്ലിക്ക് ചെയ്യണം. ഇവിടെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും, അതായത് ഫാർമസിയുടെ ഡീറ്റെയിൽസ്, ബിൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് എല്ലാം തന്നെ നമ്മൾ മാനുവലി അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. സോ ഇവിടെ പ്രൊഡക്റ്റ് എല്ലാം തന്നെ മാനുവലി അപ്ഡേറ്റ് ചെയ്യും, ക്വാണ്ടിറ്റി എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ട് പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഓണർ ആണോ അല്ലെങ്കിൽ സ്റ്റാഫ് ആണോ നമ്മൾ റിട്ടേൺ ചെയ്യാൻ പോകുന്നത് ആ പെർട്ടിക്കുലർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ പേയ്മെന്റ് മോഡ് കൂടെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ബില്ല് നമ്മൾ സേവ് ചെയ്യും. സോ ഇത്തരത്തിലാണ് നമ്മൾ B2B സെയിൽസിനകത്ത്, അതായത് സെയിൽസ് ഇൻവോയ്സിനകത്ത് ബിൽ റിട്ടേൺ ക്രിയേറ്റ് ചെയ്യും, മാനുവലി നമുക്ക് റിട്ടേൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ B2B സെയിൽസ് റിട്ടേൺ പേജിനകത്ത്, അതായത് റിട്ടേൺ ലിസ്റ്റിനകത്ത് നമുക്ക് എന്തൊക്കെ ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമുക്ക് ഇവിടെ ഇടത് ഭാഗത്തായിട്ട് സീരിയൽ നമ്പർ, അതുപോലെ തന്നെ നോട്ട്സ്, അതുപോലെ തന്നെ ഓർഡർ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഡേറ്റ് അനുസരിച്ച് ഫിൽട്ടർ ചെയ്യാൻ പറ്റും, ഫാർമസിയുടെ പേരനുസരിച്ച് നമുക്ക് ഫിൽട്ടർ ചെയ്യാം, പേയ്മെന്റ് മോഡ് ഉപയോഗിച്ച്. അതുപോലെ തന്നെ നമുക്ക് മോർ ഫിൽറ്ററിനകത്ത് ആരാണോ റിട്ടേൺ ചെയ്തിരിക്കുന്നത് അവരെ വെച്ച് നമുക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ റിട്ടേൺ പേജ്, അതായത് റിട്ടേൺ ചെയ്ത ബില്ല് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മോറിനകത്ത് പെർട്ടിക്കുലർ റിട്ടേൺ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ആ ബില്ല് നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ബില്ല് നമ്മൾ ഏത് സെയിൽസ് ഹിസ്റ്ററി ആണോ അത് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ എക്സൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് പ്രൊഡക്റ്റിന്റെ HSN കോഡ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് മുമ്പ് എന്തെങ്കിലും ചേഞ്ചസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോക്സിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചേഞ്ചസ് കാണാൻ പറ്റുന്നതാണ്. സോ ഇതുപോലെ തന്നെ നമുക്ക് അവിടെ റിട്ടേൺ പേജിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പെർട്ടിക്കുലർ ബില്ല് നമുക്ക് നേരിട്ട് പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഇവിടെ അവൈലബിൾ ആണ്. വലത് ഭാഗത്തായിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ് ഈ വൈറ്റൽ ആർ എക്സിൽ. ഇനി നമുക്ക് B2B കെമിസ്റ്റ് പ്രൊഫൈൽ നമുക്ക് നോക്കാം. സോ മോറിനകത്ത് B2Bയിലെ ഇവിടെ കെമിസ്റ്റ് എന്നുള്ള ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ആഡ് ചെയ്ത കെമിസ്റ്റിന്റെ ലിസ്റ്റ് ഇവിടെ കിട്ടും. സോ ഇതിനകത്ത് കെമിസ്റ്റിന്റെ ഏരിയ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ അവരുടെ മൊബൈൽ നമ്പർ, അവരുടെ ടോട്ടൽ ബാലൻസ് അങ്ങനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കസ്റ്റമർ സ്റ്റേറ്റസ് അനുസരിച്ച് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഡി ഓൺലി വെച്ച് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ഒരു B2B കെമിസ്റ്റിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ അവർക്ക് ചെയ്ത B2B സെയിൽസിന്റെ എല്ലാ ലിസ്റ്റ് ഇവിടെ കാണുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഹിസ്റ്ററി ചെക്ക് ചെയ്യാൻ പറ്റും. ലെജറിനകത്ത് നമുക്ക് ഇതിന്റെ ടോട്ടൽ ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യാൻ പറ്റും. അവരുടെ ആ ലെജർ നമുക്ക് എക്സലിലോട്ടോ CSVയിലോട്ടോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടോട്ടൽ വൗച്ചർ, ക്രെഡിറ്റ് വൗച്ചർ ആൻഡ് ഡെബിറ്റ് വൗച്ചർ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വൗച്ചേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മോറിനകത്ത് പോയി കഴിഞ്ഞാൽ എഡിറ്റ് പ്രൊഫൈലിനകത്ത് ഫാർമസിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവരുടെ ഡീഫോൾട്ട് ഡിസ്കൗണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ എന്തെങ്കിലും താഴെ ഫോൺ നമ്പർ അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മോറിനകത്ത് പേയ്മെന്റ് റെസിപ്റ്റിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ കെമിസ്റ്റ് നമുക്ക് ഓൾറെഡി പേയ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പേയ്മെന്റ് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ആദ്യം നമ്മൾ ആ പെർട്ടിക്കുലർ ബില്ല്, ഏതൊക്കെ ബില്ലാണ് നമ്മൾ സെറ്റിൽ ചെയ്തേക്കുന്നത് ആ ബില്ല്, അവർ തന്നേക്കുന്ന ആ ബില്ല് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് അവർക്ക് വൗച്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വൗച്ചർ കാണാൻ പറ്റും. സോ വൗച്ചർ സെലക്ട് ചെയ്യുക. ദെൻ ഡെബിറ്റ് വൗച്ചർ എന്തെങ്കിലും സെലക്ട് ചെയ്തിട്ട് പേയ്മെന്റ് മോഡ് കൂടെ അപ്ഡേറ്റ് ചെയ്ത് റെക്കോർഡ് പേയ്മെന്റിനകത്ത് ക്ലിക്ക് ചെയ്യുക. സോ ഇപ്പോൾ നമുക്ക് നമ്മുടെ B2B സെയിൽസ്, നമ്മുടെ കെമിസ്റ്റ് തന്ന പേയ്മെന്റ് ഇവിടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലാണ് നമുക്ക് കെമിസ്റ്റിന്റെ പ്രൊഫൈൽ മാനേജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് മോറിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വൗച്ചർ മാനുവലി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്രെഡിറ്റ് വൗച്ചർ ആൻഡ് ഡെബിറ്റ് വൗച്ചർ നമുക്ക് മാനുവലി ആഡ് ചെയ്യാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ അഡ്രസ്സ് നമുക്ക് പ്രിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും ഇപ്പോൾ ഡെലിവറി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അഡ്രസ്സ് പ്രിന്റ് ചെയ്യണമെങ്കിൽ അഡ്രസ്സ് പ്രിന്റ് ചെയ്യാൻ പറ്റും. താഴെ നമുക്ക് ഈ പെർട്ടിക്കുലർ കെമിസ്ട്രി നമുക്ക് ഇവരെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവരെ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. മാർക്ക് ആസ് ബ്ലോക്കിലോട്ട് ക്ലിക്ക് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ കെമിസ്ട്രിയുടെ ഡീറ്റെയിൽസ് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. സോ ഇത്തരത്തിലാണ് നമുക്ക് B2Bയുടെ പ്രൊഫൈൽ നമ്മൾ മാനേജ് ചെയ്യുന്നത് ഈ വൈറ്റൽ ആർ എക്സിൽ. താങ്ക് യു സോ മച്ച്.